സുരേഷ്, ഞാൻ ഇൻട്രഡക്ഷനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ പബ്ലിക്കിന് ആരാണ് സുരേഷ്, എങ്ങനെയാണ് ഈ പട്ടാളത്തിൽ ചേർന്നത്, എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ, എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാനൊരു താല്പര്യമുണ്ട്. തീർച്ചയായും. അപ്പോൾ തുടക്കത്തിൽ എവിടാണ് സ്ഥലം? ഞാൻ വിതുര ആനപ്പാറയാണ് എൻ്റെ സ്ഥലം. പൊന്മുടി പോകുന്ന റൂട്ട്. പൊന്മുടി പോകും. ഏത് പ്രായത്തിലാണ് പട്ടാളത്തിൽ? ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ. എന്താണ് അതിന് അങ്ങനൊരു? അല്ല, എനിക്ക് കുഞ്ഞിലെ ഭയങ്കര അതിയായ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടിനോടായിരുന്നു ഭയങ്കര താല്പര്യം. പാട്ട് പാടാൻ. അന്നത്തെ കാലത്ത് നമ്മളെ പാട്ട് പഠിക്കാനും അതിനൊന്നും സാഹചര്യം ഉണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു ക്രേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടാളത്തിൽ എങ്ങനെയെങ്കിലും പട്ടാളത്തിൽ കയറണം. എങ്ങനെയാ പട്ടാളത്തിൽ ചേർന്നത്? എന്തായിട്ടാണ് പട്ടാളത്തിൽ കയറുന്നത്? പട്ടാളത്തിൽ നമ്മുടെ സാധാരണ ജവാനായിട്ടാണ്. ജവാൻ. എവിടെയായിരുന്നു ആദ്യത്തെ പോസ്റ്റിങ്? ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്ക് എൻ്റെ ജീവിതം തന്നെ ഒരു എന്താ പറയുക, ഒരു കിസ്മത്ത്, ചിലപ്പോൾ എൻ്റെ തലവിധി ആയിരിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യാൻ അവസരം കിട്ടിയ ജമ്മു കാശ്മീരാണ്. അത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത്. ഞാൻ ട്രിവാൻഡ്രം പാങ്ങോട് ഒരു 3 മാസം വന്നു. ആ സമയത്തായിരുന്നു കാർഗിൽ വാർ നടന്ന് വീണ്ടും റിട്ടേൺ അങ്ങോട്ട് പോകേണ്ടി വന്നു. ഏകദേശം 11 വർഷം 89 ദിവസത്തോളം ഞാൻ ജെഎൻകെയില സർവീസ്. അത് 2-3 പ്രാവശ്യം നമ്മൾ ഇൻഫൻട്രി യൂണിറ്റ് ആയതുകൊണ്ട് അവിടെ കൂടുതലും പ്രശ്നങ്ങൾ ആ സമയത്താണ് കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. ശരിക്കും ഇത് ഒരു tedious ടാസ്ക് തന്നെയാണ് അല്ലേ? ഇതിൻ്റെ അവിടെ ഈ വാർ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലേ? അതെ. അത് തൊട്ടപ്പുറത്ത് പാകിസ്ഥാനാണല്ലോ. പാകിസ്ഥാൻ ബോർഡർ സൈഡ് ഉണ്ട് സാർ. അല്ലാതെ ബോർഡർ സൈഡ് അല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഒരു സ്റ്റേറ്റിന്റെ അകത്ത് പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭൂപ്രകൃതി നമ്മുടെ കേരളം പോലെ അല്ല, മറ്റൊരു സ്റ്റേറ്റിനെ പോലെ അല്ല ജെഎൻകെയുടെ ഭൂപ്രകൃതി. എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? അവിടെ മലമടക്കുകളാണ് കൂടുതൽ. മലമടക്കുകൾ കുത്ത് ആയിട്ട് കിടക്കുന്ന മലമടക്കുകൾ. രണ്ടാമത് അവിടെ ബരഫ് ഐസ് വീഴുന്ന സ്ഥലമാണ്. അപ്പോൾ -ഡിഗ്രി, ഓക്സിജൻ മൈനസാണ്. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മളിത് ഈ കേരളത്തിൽ നിന്നൊക്കെ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ജീവിച്ച ആൾക്കാർ അവിടെ പോയിട്ട് സർവീസ് ചെയ്യുക. പിന്നെ ഒന്ന് കുറച്ച് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ദിവസങ്ങളെടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതുമായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഡ്രസ്സിലായിരിക്കണല്ലോ, ഫുൾ ഡ്രസ്സ്. ഞങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഉണ്ട്. അത് പിന്നെ ചൂട് കാലാവസ്ഥയ്ക്ക്, തണുപ്പ് കാലാവസ്ഥയ്ക്ക് നമുക്ക് കിടക്കാൻ സ്ലീപ്പിംഗ് ബാഗ്, അതായത് കണ്ടാൽ നമ്മുടെ ശവപ്പെട്ടിയുടെ മോഡലായിരിക്കും, ബാഗാണ്. അതിനകത്ത് കയറിയിട്ട് അതിന് ഇന്നറും ഔട്ടറും ഉണ്ട്. കയറിയിട്ട് സിബ് ഭാഗത്ത് നിന്ന് ഇടുക. നമ്മുടെ ശ്വാസം കൊണ്ടാകും ഹീറ്റാവും. ഹീറ്റായി പിന്നെ നമ്മുടെ കിടക്കുന്ന സ്ഥലത്ത് റൂംസൊക്കെ ആണെങ്കിൽ മുക്കാരി ഉണ്ടാവും, കത്തിച്ച് വയ്ക്കുന്ന കൊയില, കൽക്കരി ഉപയോഗിച്ച് കത്തുന്ന അതുണ്ടാവും. അല്ല, ഔട്ട് സൈഡ് ആണെങ്കിൽ. നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ എത്ര പേര് കാണും? ഞങ്ങൾ ഗ്രൂപ്പ് ഞങ്ങളുടെ ഇൻഫൻട്രി ബറ്റാലിയനിൽ ഞങ്ങളുടെ കമ്പനീസാണ്. കമ്പനി ആൽഫ, ബ്രാവോ, ചാർലി, എക്കോ, ഡെൽറ്റ, ഇങ്ങനെ കമ്പനീസാണ്. ഒരു കമ്പനിയിൽ 3 പ്ലറ്റൂണാണുള്ളത്. അപ്പം 3 പ്ലറ്റൂൺ, ഒരു സെക്ഷൻ 7 പേര്. അങ്ങനെ 3 സെക്ഷൻ ആകുമ്പോൾ ഒരു പ്ലറ്റൂൺ. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഏരിയ ഡിവൈഡ് പ്രശ്നം നോക്കിയിട്ടാണ് നമ്മുടെ ചെയ്യുന്നത്. നമ്മുടെ ഒരു ബറ്റാലിയൻ എന്ന് പറയുമ്പോൾ 3 കമ്പനി, 4 കമ്പനി, 5 കമ്പനിയുള്ള ബറ്റാലിയനൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ആൽഫ, ബ്രാവോ, ചാർലി, എക്കോ, ഡെൽറ്റ, ഫ്രോക്സോഡ് എന്ന് പറഞ്ഞാൽ 6 കമ്പനിയുള്ള ബറ്റാലിയൻ. ഞങ്ങളുടെ 6 കമ്പനിയുണ്ട്. അതിൽ ഞാൻ ഡെൽറ്റ കമ്പനിക്കാരനായിരുന്നു. ഞാൻ ഈ ആദ്യം ജമ്മു കാശ്മീരിൽ സർവീസ് ചെയ്തിട്ട് തിരിച്ച് രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഡൽഹി റിപ്പബ്ലിക് ഡേ പരേഡിന് 97 തോന്നുന്നു. ആ സമയത്തിന് ആ പരേഡിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകേണ്ടി വന്നു. ഫസ്റ്റിലൊരു അറ്റംപ്റ്റ് എനിക്ക് സംഭവിച്ചു, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കണ്ണുകൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ബാക്കി എന്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാം, പക്ഷേ കണ്ണ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് റീപ്ലേസ് ചെയ്യാൻ. എന്നാലും അത് ഭാരതത്തിന് വേണ്ടി പോരാടി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതെങ്ങനെയാണ് അതിൻ്റെ? 99 ജൂലൈയിൽ നമ്മുടെ കാർഗിൽ വാർ വിജയ ദിവസമായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഒരുവിധം ശാന്തമായിട്ട് വരികയായിരുന്നു. അപ്പോൾ 2000 ക്രിസ്മസ് ദിവസം ഉച്ചയ്ക്ക്, ക്രിസ്മസിൻ്റെ അന്നാണ്, ഉച്ചയ്ക്ക് 2:10 നമ്മുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ജോർജ് ഫെർണാണ്ടസ് സാർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ അവിടെ നമ്മുടെ ദർബാറിന് വരുമ്പോൾ മുൻകൂട്ടി അറിയിക്കാറില്ല, കറക്റ്റ് ഒരു ഫിക്സഡ് ടൈം അറിയിക്കാറില്ല. അത് ഒരു സീക്രട്ടാണ്. അപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ദർബാർ എടുക്കാൻ വരുന്നു എന്നുള്ളൊരു ന്യൂസ് പുറത്തു വന്നു. അദ്ദേഹത്തിന് അടിക്കാനായിരിക്കാം വന്നത്. ഒരു അഫ്ഗാൻ 17 വയസ്സുള്ള കൊച്ചു പയ്യനാണ്. ഇദ്ദേഹം
പഞ്ചാബീസിൻ്റെ ഏതോ ഒരു ആളിൻ്റെ ഒരു 800 മാരുതി കാർ ക്യാപ്ചർ ചെയ്തു. അതിനകത്ത് RDX സെറ്റ് ചെയ്തു. ഇതിനകത്തേക്ക് ഇടിച്ച് കയറ്റി വേണം. അപ്പോൾ ഞാൻ ഓപ്പൺ ഡ്യൂട്ടിയാണ് നിന്ന്. ഈ BB ക്യാൻഡ് എന്ന് പറഞ്ഞാൽ ബട്ടുവാറ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, BB ക്യാൻഡ്. അപ്പോൾ അതിൻ്റെ കവാടം സീക്രട്ടായിട്ട് ഒരുപാട് സാധനങ്ങളുള്ളത്, അതുകൊണ്ട് അത്രയും ഹൈ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവിടേക്ക് ഈ പയ്യൻ കാറ് അതിസ്പീഡിൽ, ആ സ്പീഡ് എനിക്കിപ്പോൾ മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദത്തോടു കൂടി ഓടി വളച്ച് അകത്ത് കൊണ്ടുവന്ന് ഇടിച്ചു ഓഫായി വണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി കയറാതിരിക്കാൻ വേണ്ടി 6 മാസത്തിൽ ഒരിക്കൽ അവിടെ ഒരു വണ്ടി ബ്ലാസ്റ്റ് ആവും, കയറും. ടയറുകൾ, സാൻഡ് ബാഗുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഓടി കയറി. അപ്പോൾ ഞാൻ ഔട്ട്ഡോർ ഡ്യൂട്ടിയാണ്. ഞാൻ ഓടി കാറിൻ്റെ അടുക്ക ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ പിടിച്ചു, ഈ കൈ കൊണ്ട് പിടിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ, സിംഗിൾ, നീല ജീൻസ്, നീല ഷർട്ട്, അതേ സെയിം ഒരേ കളറുള്ള പാൻറ് ഷർട്ട്, കൊച്ചു പയ്യനാണ്. അപ്പോൾ ഞാൻ ഈ കൊച്ചു പയ്യനായതുകൊണ്ട് ഇവൻ്റെ ഒരു മിലിട്ടനായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലോട്ട് ആയില്ല, ഇത്രയും കൊച്ചു പയ്യനാണ്. ഇവനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ കോളറിൽ കൈ എത്തിയിട്ട് കോളറിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാനും പിന്നെ എനിക്കൊന്നും അറിയില്ല. എനിക്ക് പിന്നെ എന്താ ഉണ്ടായെന്നൊന്നും എനിക്കറിയില്ല. ഒരു ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. ഇതേ സമയം ഓപ്പോസിറ്റ് നിന്ന് എൻ്റെ കൂടെ വന്നൊരു അവിൽദാർ വിജയകുമാർ എന്ന് പറഞ്ഞൊരു സാറ്, കണ്ണൂരുകാരൻ. അദ്ദേഹം ഇടത്തായി ഒരു മുകളിലേക്ക് തെറിച്ചു പോയി. അപ്പോഴേ ഇത് ചിന്നിച്ചെതറി ഭസ്മം പോലെ അങ്ങ് പോവാണ്, പീസായിട്ട്. പിന്നെ ഒരു കന്നഡ ഉള്ളൊരു താപ്പ എന്ന് പറയുന്ന ഒരു സാറ്, ഞങ്ങളുടെ കക്ഷി യൂണിറ്റിൽ, ഞങ്ങളുടെ യൂണിറ്റ്. പിന്നെ ഒരുപാട് സിവിലിയൻസ് ഡെത്തായി. പിന്നെ ഞങ്ങളുടെ യൂണിറ്റ് അല്ലാതെ അതിലേക്കൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റു പട്ടാളക്കാർ ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടായി. എനിക്ക് ആ സമയത്ത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഏകദേശം 92 നമ്മുടെ അതിനകത്ത് തന്നെ ഏഷ്യയിൽ വെച്ച് നമ്പർ 2 ആണ് 92 ബേസ് ഹോസ്പിറ്റൽ. ആ ബേസ് ഹോസ്പിറ്റൽ ആർമിയുടെ ആ ബേസ് ഹോസ്പിറ്റലിനകത്ത് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മ അവരെ വീട്ടിൽ നിന്ന്, അപ്പോൾ അവർ ഇൻഫോം ചെയ്യും. പട്ടാളം നമുക്ക് ജീവനുള്ളിടത്തല്ല. എനിക്ക് ഏറ്റവും വലിയ ഇഞ്ചുറി എന്താണ്, ഈ ആർട്ടറി വെയിൻ കട്ടായിപ്പോയി ഇവിടെ വെച്ചു. ആർട്ടറി വെയിൻ കട്ടായി പോയിട്ട് അവർ ട്യൂബ് ഇട്ടു. ഡോക്ടേഴ്സ്, എനിക്കറിയില്ല, വീട്ടിൽ നിന്ന്, ഇവിടെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു അങ്കിളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു രക്ഷപ്പെടുകയാണെങ്കിൽ, എനിക്ക് ഓർമ്മയൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ തൈബോൺ ചെതറിപ്പോയി, യൂറിൻ ബ്ലാഡർ പുറത്തായി, ഇവിടുന്ന് ഈ ലെഫ്റ്റ് തൈയുടെ. എന്നിട്ട് ഈ ലെഫ്റ്റ് തൈയുടെ അടിയുണ്ട്. പിന്നെ ഈ വലത് കാലിലെ തെറിച്ചു പോയി. തെറിച്ചു പോയി. പിന്നെ ഈ കൈ കൊണ്ടാണ് പിടിച്ചത്. അപ്പോൾ ഈ കൈ ഇങ്ങനെ രണ്ടായിട്ട് മുറിഞ്ഞിട്ട് ഈ കൈ ഇങ്ങനെ അത് ഇത് ഇവിടെ തിരിഞ്ഞു പോയിട്ട് ഇതിപ്പോൾ ഒടിഞ്ഞ് നിൽക്കുക. അതാ ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുക. അതാ ഇങ്ങനെ അല്ല ഇങ്ങനെ പിടിച്ചിരിക്കുക, ഒടിഞ്ഞ് നിൽക്കുക. അത് നമ്മൾ സർജറി ചെയ്തില്ലോ, 10-34 സർജറി ആയി. അതാ നിൽക്കുന്നത്, ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഇത് റോഡൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഈ കുഴ വെച്ചിട്ട് തിരിഞ്ഞു പോയി. പിന്നെ ഇതിനെ ചെസ്റ്റ് വാരിയൽ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിലാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എടുത്ത് കളയാമെന്ന് പറഞ്ഞു. പോക്കറ്റിൽ കയറാനൊക്കെ തടസ്സമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും തെറിച്ച് പോയത് പോട്ടെ, ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇയർഡ്രം പോയി ഒരെണ്ണം, ഇത് കേൾക്കില്ല, സർജറി ചെയ്തു, അത് പോയി. പിന്നെ ഷെല്ലുകളെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഇഷ്ടംമാതിരി ഉണ്ട്, കാലിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. തലയ്ക്കകത്ത് ദേ ഇരിക്കുന്ന ഒരെണ്ണം ഇത് ഇവിടെ നോക്കി അറിയാം സാർ, പൊടി, ഒരു ബ്ലാക്ക് പൊടി ഉണ്ടോ സാർ? അത് ചെറിയ, അത് പുറത്തിരിക്കുന്ന ചെറുത്. പിന്നെ കാല് ഫുള്ളായി, ഈ പീസ് കനമുള്ള പീസുകൾ ഇഷ്ടംമാതിരി ഇപ്പോൾ ഈ കാലിൽ ഇഷ്ടം. അത് എല്ലാ സർജറി ഇത് എടുക്കാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് സർജറി ആയി. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി സർജറി. എന്തായിരുന്നു അത്? ഇത് വണ്ടി 800 മാരുതി കാർ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആയി പോകല്ലോ സാർ, ചെറുതായിട്ട് പീസായി പോകല്ലോ. പിന്നെ ഇതിനകത്ത് പല മെറ്റീരിയൽസ്, ഇരുമ്പുണ്ടാവും, ഈ കൽക്കരിയുടെ കല്ല്, അത് കണക്ക് ബ്ലാക്ക്. അല്ല, ഇങ്ങനെ വണ്ടി വന്നപ്പോൾ എന്തിനാ ഓടി അടുത്തോട്ട് പോയത്? ഇത് നമ്മുടെ അതിലേക്ക് അതിനകത്തോട്ട് ആരെയും സിവിൽ വാഹനമൊന്നും കയറാൻ പാടില്ല. സിവിൽ വാഹനമല്ല, നമ്മുടെ ഒരു ഡിഫൻസിന്റെ വെഹിക്കിൾ തന്നെ അകത്തുനിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് ഇൻസൈഡിലോട്ട് കയറ്റി വിടാവും. കാരണം പുറത്ത് പോയിട്ട് നിൽക്കുന്ന സമയത്ത് മിലിറ്റൻസ് ഏതെങ്കിലും മാഗ്നറ്റിൽ ഇതിൽ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കും. ഇത് വന്ന് ഇൻസൈഡ് കയറുന്ന സമയത്ത് ബ്ലാസ്റ്റ് ആവും. പിന്നെ അല്ലാതെ കുട്ടികൾ, സ്കൂൾ കുട്ടികളുടെ ചോറ്റുപാത്രത്തിൽ അവർ കയറ്റി വയ്ക്കും. സ്കൂൾ ബസ് ഇതിനു മുമ്പേ ബ്ലാസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റല്ല, വേറെ യൂണിറ്റിൻ്റെ സമയത്ത്. അങ്ങനെ അവിടുത്തെ ഇഷ്യൂസ് ഇതാ ഭയങ്കര ഇതാ. ഇപ്പോഴും അത് തുടരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ആർട്ടിക്കിൾ 17 എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റിൻ്റെ അതായ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടെന്ന് കുറേയൊക്കെ. എന്നാലും അത് കുറച്ച് നാളെടുക്കും. എന്താ ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെയുള്ള അതെ പ്രശ്നങ്ങളും. അത് അവിടുത്തെ മാത്രം സാർ, അവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ മതസ്ഥരും ഉണ്ടല്ലോ, മറ്റേ സ്റ്റേറ്റിലെല്ലാം.
അത് ഒരു വിഭാഗത്തിന് മാത്രം നമ്മളത് എവിടെയായാലും ആണെങ്കിലും ശരിയാണ്, ഒരു വിഭാഗത്തിന് മാത്രം ആകുമ്പോൾ അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവിടെ ഇതേ മെത്തേഡായിട്ട് സ്വാതന്ത്ര്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. അവിടെ നിന്ന് മാരേജ് ചെയ്ത് പുറത്ത് കൊടുക്കാനോ അവിടുത്തെ സ്ഥലം വാങ്ങാനോ അവിടെ വീട് വയ്ക്കാനോ ഒക്കെ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരും കൂടെ മനസ്സുകൊണ്ട് വിചാരിക്കണം ഭാരതം നമ്മുടേതാണ്, നമ്മുടെ പെറ്റമ്മയാണെന്നുള്ള ചിന്ത അവർക്കൂടെ വേണം. ഇതന്നെയാണ് അവിടുത്തെ ഇഷ്യൂസ്. ഓക്കെ.